ഗ്രൗണ്ട് ഓർക്കിഡുകളെ സ്നേഹിക്കുന്ന, ഗ്രൗണ്ട് ഓർക്കിഡുകളോടൊപ്പം ജീവിക്കുന്ന ഒരു മിടുക്കനെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അടുത്തുള്ള ഒരു ഹോം ഗാർഡനാണ് ഇത്. ഒന്ന് രണ്ട് പ്രത്യേകതകളുള്ള വീഡിയോയാണിത്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഓർക്കിഡ് ഇവർ മഴയും വെയിലും എല്ലാം കൊള്ളുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. സാധാരണ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഷെയ്ഡിലാണ് വെച്ച് വളർത്തുന്നത്. അപ്പോൾ നമ്മളൊരു തൈയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും അത് നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ഇവർ എല്ലാ കാലാവസ്ഥയും അതിജീവിച്ച് ഓപ്പൺ ടെറസിലും അതുപോലെ ഒരു ഷെയ്ഡും ഇല്ലാത്ത സ്ഥലത്തുമാണ് ഈ തൈകളെല്ലാം വെച്ചിരിക്കുന്നത്, ഈ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ അവർ പോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ വളപ്രയോഗം, അതുപോലെ തന്നെ കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് കർഷകന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ പേര് ജിജോ. എൻ്റെ ഈ ഗാർഡൻ്റെ പേര് സ്പേത്തോ പാരഡൈസ് എന്നാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിൻകര മാരായമുട്ടം എന്ന സ്ഥലത്താണ്. ഞങ്ങൾക്കിവിടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു 200-ൽ കൂടുതൽ വെറൈറ്റീസിൻ്റെ കളക്ഷനുണ്ട്. ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ ഡവ്, നണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ ഇവിടെ കളക്ഷൻ ചെയ്യുന്നത് ഈ സ്പേത്ത ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒറ്റ വെറൈറ്റി, അതിൻ്റെ ഒരുപാട് വെറൈറ്റി അതിൻ്റെ കളക്ഷനാണ്. അതിൽ തന്നെ ഞങ്ങൾക്ക് ഈ തായ്ലൻഡ് വെറൈറ്റീസ്, ഈ കോമൺ ആയിട്ട് കാണുന്ന ഒരു യെല്ലോ ക്വീൻ, പിന്നെ ടെർസിയർ ലാവൻഡർ, അങ്ങനെയുള്ള വെറൈറ്റീസും പിന്നെ പുതുതായിട്ട് വരുന്ന തായ്ലൻഡ് വെറൈറ്റീസ് എല്ലാം തന്നെ ഞങ്ങളിവിടെ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് തൈകൾ ഞങ്ങൾക്ക് കളക്ഷൻ പോയിട്ട് പിന്നെ സെയിലും ഉണ്ട്. ഇതിൻ്റെ ഞങ്ങൾക്ക് ഒരുപാട് തൈകൾ കിട്ടുന്ന വെറൈറ്റിയിൽ ഞങ്ങൾ ഓൺലൈനായിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയും DTDC അങ്ങനെയൊക്കെ സെയിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഹോൾസെയിലായിട്ടും പോട്ട് അങ്ങനെയും സെയിൽ ചെയ്യും. ഞങ്ങളിപ്പോൾ പോട്ട് ചെയ്യുന്നത് ഇതുപോലുള്ളൊരു സൈസിലുള്ള പ്ലാന്റാണ് ഞങ്ങൾ പോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തരുന്നതും ഇതിൻ്റെ ഒരു സൈസായിരിക്കും. ഇതിപ്പോൾ പിങ്ക് സ്റ്റാറിൻ്റെ ഒരു പ്ലാന്റാണ്. അതുപോലെ ഒരു യെല്ലോ സ്റ്റാറിൻ്റെ ഒരു ഇതേ സൈസിലുള്ള ഒരു പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചെടുത്ത ഒരു പോട്ടാണ് ഇത്. ഒരു വർഷം കൊണ്ട് ഏകദേശം ഈ സൈസ് നല്ല പരിചരണം ഉണ്ടെങ്കിൽ അങ്ങനെ ആയി കിട്ടും ഞങ്ങൾക്ക്. അത് ഈ ഒരു സൈസിലുള്ളതാണ് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ഈ ഒരു സൈസിലുള്ളതാണ്. ഞങ്ങളുടെ വെറൈറ്റീസ് സെയിൽ മെയിനായിട്ടും ഓൺലൈനായിട്ടാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസിൻ്റെ ഫ്ലവർ ഇതൊക്കെ കാണാനും പറ്റും. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരളത്തിലായാലും പുറത്തായാലും നിങ്ങൾക്ക് DTDC സ്പീഡ് പോസ്റ്റ് ഇതുവഴിയൊക്കെ അയച്ചു തരാൻ പറ്റും. ഡേഞ്ചറല്ലോ ഫ്ലവർ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം. കണ്ടില്ലേ, ഓരോന്നിലും ബ്രാഞ്ചും വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. എവിടെ നിന്നാലും നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ പോകും. മഞ്ഞ കളറും കൂടി ആകുമ്പോൾ അതാ എവിടെയായാലും ഇത്രയും ചെടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ആ ഒരു മഞ്ഞയാണ് ശ്രദ്ധിക്കുന്നത്. മുന്നേ ഫ്ലവറായി തുടങ്ങിയ പ്ലാന്റ് ആണ്. ഇതിന്റെ ഫ്ലവറിങ് ഏകദേശം കഴിയാറായപ്പോഴേക്കും അടുത്ത ബഡ് വന്നു തുടങ്ങി. അതാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്. ഇതിന് വളം കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെറൈറ്റി എപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതും അടുത്തൊരു 6 മാസം അതാ ഫ്ലവർ നിന്നോളും. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മാസത്തോളം ഒരു പ്ലാന്റ് പിടിച്ചു കിട്ടാനുള്ള ഒരു ടൈം കൊടുക്കണം. ഇതിന്റെ ഒരു ഡാർഫ് വെറൈറ്റിയാണിത്. ഇതിൽ ആ പഴയ റെഡിനെക്കാളും ഫ്ലവർ വന്നിട്ട് എന്നാലും ചെറിയ വ്യത്യാസമുണ്ട്. അതിലും ഒരു ഡാർഫായിട്ട് വരുന്നത്. അത്ര ഹൈറ്റും വരത്തില്ല. ഇതിൽ പെറ്റിലൊക്കെ അല്പം ഒരു റൗണ്ട് ആയിട്ട് മുഴുവനായിട്ട് വിരിയാത്ത രീതിയിലാണ് പറഞ്ഞത്. ഇതൊരു റെഡിന്റെ ഡാർഫാണ്. ഇത് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഐഡിയ വരുന്നത് ഓറഞ്ച് സ്റ്റാർ എന്നാണ്. ഇതിന്റെ ബിഗ് ഓറഞ്ച് സ്റ്റാർ ഉണ്ട്, ഏകദേശം ഫ്ലവർ ഇതേ ഷേപ്പിൽ. പക്ഷെ ഇതൊരു മിനിയേച്ചർ. തീരെ ലീഫും വന്നിട്ട് ചെറുതാണ്. ഫ്ലവർ സ്പൈക്ക് അത്ര പൊക്കത്തിൽ വരത്തില്ല. അങ്ങനെ ഒരു വെറൈറ്റി. ഇതിപ്പോ യെല്ലോ പിങ്ക് എന്ന വെറൈറ്റിയാണ്. ഇതിൽ വന്നിട്ട് ഒരു പണ്ടത്തെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. യെല്ലോ പിങ്ക് അത് ആ കളർ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല കൊത്തായിട്ട് പൂക്കുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് ബ്രാഞ്ചസ് അങ്ങനെയൊന്നും വരില്ല, എന്നാലും ഒരുപാട് സ്പൈക്ക് വരുന്ന വെറൈറ്റീസ് ആണ്. ഇത് ശരിക്കും ഒരു ലൈറ്റ് പർപ്പിൾ എന്നാണ് ഐഡി. പക്ഷെ ഇത് കളറൊക്കെ ചേഞ്ച് ആയി വരും. ഇതിന്റെ ഒരു പാറ്റേണും ഒക്കെ മാറി വരുന്ന വെറൈറ്റിയാണ്. പിന്നീട് അതിന്റെ പാറ്റേൺ ഒക്കെ കാണിച്ചു തരാം. അത് വന്നിട്ട് പർപ്പിൾ പോങ്കസം. ഇതും നല്ലൊരു വെറൈറ്റി. അത് ആദ്യം മുതലേ ഉള്ള നല്ലൊരു വെറൈറ്റിയാണ്. വീടുകളിലൊക്കെ ഒരുപാട് വയ്ക്കാൻ പറ്റിയ ഒരു വെറൈറ്റി. പെട്ടെന്ന് കേടാവത്തില്ല. നമുക്ക് നിറയെ സ്പൈക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ്. അതല്ലേ. നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് പോട്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത്
ഈ പോട്ടിൽ നല്ലോണം ഡ്രെയിനേജ് ഉണ്ടാവുന്നതാണ്. അതിനായിട്ട് ആദ്യം ഈ നല്ലോണം ഹോൾസ് ഉള്ള പോട്ട് തന്നെ എടുക്കണം. താഴത്തെ വെള്ളം മുഴുവനായിട്ട് വാർന്നു പോകുന്ന രീതിയിൽ ഹോൾസ് വേണം അതിന്. പിന്നെ പോട്ട് മിക്സ് എടുക്കേണ്ടത് കൂടുതലും ഞങ്ങൾ ചേർക്കുന്നത് മണലാണ്. ഈ വെള്ളം നന്നായിട്ട് വാർന്നു പോകും. അതും ചെറിയ ഗ്രാവൽ ചേർന്ന മണലാണ് എടുക്കുന്നത്. ഒരു 70% മണൽ തന്നെയാണ്. പിന്നെ കുറച്ച് മണ്ണ്, ഇലപ്പൊടി, ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, എല്ലുപൊടിയൊക്കെ കുറച്ച് മതിയാവും. ഇങ്ങനെയുള്ള ഒരു വളമാണ്, ജൈവവളങ്ങൾ ചേർത്തിട്ടുള്ള ഒരു പോട്ട് മിക്സ് ആണ് ചെയ്യുന്നത്. ഇത് പോട്ട് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ അതിൽ കൂടുതൽ ചേർന്ന് പോകാതെ നോക്കണം. ഈ എടുക്കുന്ന മണ്ണായാലും കുറച്ചു കാലം ഇതിൽ വെള്ളം ഒഴിച്ചൊഴിച്ചൊക്കെ വരുമ്പോഴേ നന്നായിട്ട് ചേർന്ന് പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ വേറെ ഓടാനും ബുദ്ധിമുട്ടായിരിക്കും, കൂടുതൽ ഈർപ്പം അതിൽ നിൽക്കും. ഒഴിക്കുന്ന വെള്ളം നല്ല മുഴുവനായിട്ട് വാർന്നു പോകണം. നല്ല നീർവാർച്ച വേണം നന്നായിട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പോട്ട് മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ. ഇതിന് മഴയത്ത് വയ്ക്കുമ്പോഴായാലും അതിന് കൂടുതൽ മണ്ട ചീഞ്ഞ് പോകാതെയൊക്കെ ഇരുന്നോളൂ. ഇത് കൂർഗ് യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൽ സ്പൈക്കും ഇതൊക്കെ ഫ്ലവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാടൻ പോലെയാണ്. പക്ഷേ ലീഫൊക്കെ ഒരു ബിഗ് യെല്ലോ അതിൻ്റെയൊക്കെ ഷേപ്പിൽ തന്നെ വരും. ഇത് കൂർഗ് യെല്ലോ എന്ന് പറഞ്ഞ ഐഡിയ ആണ്. യെല്ലോയിൽ തന്നെ ഒരു 10-20 വെറൈറ്റി ഉണ്ട്. ഇതൊരു പുതുതായിട്ട് കിട്ടിയ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതൊരു ഫാൻസിയുടെ ആ ഒരു പ്ലാന്റ് ഷേപ്പിൽ ഫ്ലവർ വന്നിട്ടൊരു മെല്ലോ അങ്ങനെ ഒരു കളറിൽ വരുന്നതാണ്. ഇതിപ്പോൾ ഫ്ലവറായി തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പേര് ഇത് ഐഡിയ അങ്ങനെ ഇല്ല. സൺ ഗോൾഡ് സ്വീറ്റ് ക്യാൻഡി എന്നും പറയുന്ന വെറൈറ്റി തന്നെയാണിത്. പക്ഷേ സ്വീറ്റ് ക്യാൻഡി വേറൊരു വെറൈറ്റി ഉണ്ട്, കുറച്ചുകൂടി ഡാർക്ക് കളറിലായിട്ടുള്ള വെറൈറ്റി ഉണ്ട്. ഞങ്ങളിവിടെ ഇതിന് പിങ്ക് റെയിൻബോ എന്നാണ് പറയുന്നത്. ഇതും നന്നായിട്ട് ഫ്ലവർ തന്നെ. എപ്പോഴും നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ കൂടുതലും ഇത് ഫ്ലവറോടെ കൊടുക്കാൻ പറ്റിയ വെറൈറ്റിയാണ്. പക്ഷെ ഇത് അധികം തൈകൾ അങ്ങനെ കിട്ടാറില്ല, എന്നാലും ഫ്ലവറോടെ കൊടുക്കാൻ പറ്റിയ വെറൈറ്റി. ഇത് പഴയ കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ വന്നിട്ട് കളർ ഇങ്ങനെ ചേഞ്ച് ആവും, പല കളറിലും വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോഴും അടുത്തിടെ വന്നിട്ട് ആരുടെ കയ്യിലും ഇല്ലാതായിട്ട് പിന്നെ നമ്മൾ ഇവിടെ അടുത്തടുത്തൊക്കെ ഉള്ള വെറൈറ്റിയൊക്കെ ഈ ഓരോ പ്ലാന്റും കളക്ട് ചെയ്ത് ഇങ്ങനെ വച്ചിരിക്കുന്നതാണ്. ഇത് പണ്ടൊക്കെ വന്നിട്ട് അത്രയും ഫ്ലവർ ആവത്തില്ലായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, നന്നായിട്ട് ഫ്ലവർ ആകുന്നുണ്ട്. ഇത് യെല്ലോ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതും പഴയ ഞങ്ങളുടെ അല്ല, വേറെ ഒരാളുടെ സീഡ് വെറൈറ്റിയാണ്. ഇതും പിന്നെ അടുത്തൊരു ടെറസ്ട്രിയൽ ലാവണ്ടർ എന്ന് പറയുന്നതും പിന്നെ അതിൽ തന്നെ ഒരു 2-3 ഈ ഡോട്ട് വരുന്ന വെറൈറ്റീസ് ആണ്. പൂവിനുള്ളിൽ ഡോട്ട് ഉണ്ട് അല്ലേ? ഉള്ളിൽ ഡോട്ട്, ചെറിയ ഡോട്ട്. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ലാവണ്ടർ എന്ന് പറയുന്ന വെറൈറ്റി, അത് ലാവണ്ടറിന്റെ കളറിലുള്ള ഡോട്ട്. അതെ. ഇതൊക്കെ സീഡ് വെറൈറ്റി ആണല്ലേ? ഇത് ഞങ്ങളുടെ അല്ല, വേറെ ഒരാളുടെ. ഇതിലൊക്കെ തണ്ടിലൊക്കെ വന്നിട്ട് ആ ഒരു ലാവണ്ടറിന്റെ കളർ തന്നെ. ഓരോ പ്ലാന്റ്സും ഇങ്ങനെ വ്യത്യാസമുണ്ട് ലീഫിലായാലും. ശരിക്കും ആൾക്കാർക്ക് ഗ്രൗണ്ട് ഓർക്കിഡിൽ ഇത്രയും വെറൈറ്റി ഉണ്ടെന്നുള്ളത് അറിയില്ല, അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ. ഇത് യെല്ലോ ക്വീൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അങ്ങനെ ഐഡിയ പറയുമ്പോൾ ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയും ഇതിന്. ഇത് അങ്ങനെ തായ്ലൻഡ് വെറൈറ്റി ഒന്നും അല്ല, എന്നാലും എല്ലാവരും പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതതിൻ്റെ വേറൊരു അത് യെല്ലോ ക്വീൻ എന്ന് പറഞ്ഞ തായ്ലൻഡ് വെറൈറ്റി. കാണുമ്പോൾ നാടനായിട്ട് തോന്നും, പക്ഷേ ഇത് നമുക്കൊരു സീഡിൽ കിട്ടിയ വെറൈറ്റിയാണ്. നാടനേക്കാളും പെറ്റിൽ കുറച്ചുകൂടി കട്ടിയുണ്ട്, പിന്നെ നന്നായിട്ട് വിടർന്നു വരും. നാടനാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ വിടരാതെ അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഇതൊരു സ്റ്റാറിന്റെ ഷേപ്പിൽ അങ്ങനെ വിടർന്നു വരുന്ന വെറൈറ്റി. ഇത് ഐവറി ഷൈൻ എന്ന് പറഞ്ഞ, ഇത് അങ്ങനെ തായ്ലൻഡ് വെറൈറ്റി ഒന്നും അല്ല, എന്നാലും നല്ലതായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി. ഇത് ഒരു 2-3 സ്റ്റെപ്പായിട്ട് ഫ്ലവർ ചെയ്യും. ഒരു സ്റ്റെപ്പ് ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അത് പോയിട്ട് വീണ്ടും അടുത്ത സ്പൈക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റമ്പ് തിക്നെസ് കുറവായതുകൊണ്ട് ഇങ്ങനെ മറിഞ്ഞ് കിടക്കും. ഇത് ബിഗ് യെല്ലോ ടൈപ്പിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഐഡി ശരിക്കും അറിയില്ല. യെല്ലോയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് ഐഡി ശരിക്കും അറിയില്ല ഇതിന്റെ. ഇത് ബ്രാഞ്ച് വന്ന് ഫ്ലവർ ചെയ്യുന്നതാണ്. ബിഗ് യെല്ലോ ശരിക്കും ബ്രാഞ്ച് വരത്തില്ല, ഇതിൽ ബ്രാഞ്ച് വരും. ഫ്ലവറും കുറച്ചുകൂടി, ലിപ്പൊക്കെ കുറച്ചുകൂടി വലുതാണ്. ഈ ലിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അല്പം വലുതായിട്ടാണ്. ഓരോ ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലേ? ഈ ബിഗ് യെല്ലോ എന്ന് പറയുന്നതിൽ ഈ ബ്രാഞ്ച് ഒന്നും വരില്ല. ഇത് ബിഗ് യെല്ലോ ആണ്. ഇത് ബിഗ് യെല്ലോ ആണ്. പിങ്ക് പ്രിൻസസ് ഒരു തായ്ലൻഡ് വെറൈറ്റിയാണിത്. ഇത് ഫ്ലവർ വന്നിട്ട് ചെറിയ ഫ്ലവറും പിന്നെ അത്ര അങ്ങനെ ഫ്ലവറിങ് എപ്പോഴും ഉണ്ടാവാറില്ല. ഇതിൽ ആ ഒരു സീസണിലേ കാണാറുള്ളൂ. ഇതിലാണെങ്കിൽ കുറച്ചുകൂടി സ്പൈക്ക് നിറയെ വന്നുകൊണ്ടിരിക്കും.
ഒരു ഫ്ലവർ പോയി കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും സ്പൈക്ക് വരും. ഇതിൽ വരുന്ന സ്പൈക്ക് ഒരു 4 മാസമെങ്കിലും നിൽക്കും. ഫ്ലവറായി താഴെ ഫ്ലവർ ആയിട്ട് അങ്ങനെ ഒരു 4 മാസമെങ്കിലും നിൽക്കും. അതിൽ ഒരു പൂ വന്നാൽ 4 മാസം വരെ 4 മാസം വരെ അതിൽ തന്നെ ഈ താഴെ നിന്ന് തുടങ്ങി ഫ്ലവർ ആയിട്ട് ഇവിടുന്ന് ഫ്ലവറായി ഇങ്ങനെ തുടങ്ങി ഒരു 4 മാസം വരെ നിൽക്കും. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളറാണ് യെല്ലോ റെഡ് ആ ടൈപ്പൊക്കെ. പക്ഷേ റെഡ് വന്നിട്ട് ഞങ്ങൾക്ക് എപ്പോഴും തൈകൾ ഒരുപാട് കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കേട് വന്നിട്ട് ഒരു വർഷത്തിൽ നമുക്ക് കൂടുതൽ തൈകൾ പിരിച്ചു വയ്ക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ സെയിൽ ചെയ്യാതെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും തൈ ആയത്, ഒരുമിച്ച് റെഡ് ഇത്രയായത്. ഈ റെഡിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കംപ്ലൈന്റ് അവർ വാങ്ങി വയ്ക്കുമ്പോഴും ഇതിന് കുറച്ചുകൂടി കെയറിങ് ആവശ്യമാണ്. ഈ വളം കൂടാൻ പാടില്ല ഇതിന് റെഡിന്. പിന്നെ ഈർപ്പം അധികം വേണ്ട. ഇതൊരു പഴയ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇപ്പോഴും ഇതൊരു റയറാണ്. എന്ന് വെച്ചാൽ ഇതിൽ ഇപ്പം ഇതിന്റെ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇതിന്റെ ലീഫൊക്കെ പോയിട്ടുണ്ട്. ഇത് നല്ല വലിപ്പമുള്ള ലീഫൊക്കെയാണ് ഇതിൽ. അതും സിംഗിൾ ഷൂട്ട്. ഇത് ബൾബ് ഫ്ലവറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ലീഫൊക്കെ പോയിട്ട് വെറും ബൾബ് മാത്രമാവും. പിന്നെയാണ് തളുത്ത് വരിക അല്ലേ? പിന്നെ തളുത്ത് വരെയുള്ളൂ. അതാ അടുത്ത് ഒരു ബൾബ് പോയാല് അടുത്ത ഒറ്റ തയ്യേ അതിൽ വരും. ഇതൊരു 4 വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോട്ട് മാറ്റി ഇങ്ങനെ വെച്ചു. ഇപ്പോൾ ഉള്ള ബിഗ് യെല്ലോസ് ടൈപ്പില് ഒരു ഹൈബ്രിഡ് ആണ് ഇത്. ഈ വെറൈറ്റി ഏറ്റവും ഒരു പുതിയതെന്ന് പറയാൻ പറ്റിയത്. ഇതിന്റെ പ്രത്യേകത ഇത് കുറച്ചുകൂടി ആ നോർമൽ യെല്ലോയേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. ഡാർക്ക് കളറുമാണ്. ഈ മൊട്ട് വന്നിട്ട് വിരിയാതെ അങ്ങനെ നിൽക്കും, ഒരു താമര പോലെയൊക്കെ വന്ന് നിൽക്കുന്ന കുറച്ച് നല്ല വലിയ ആ ഒരു യെല്ലോ റെഡ് ലിപ്പിന്റെ വൈറ്റ് റെഡ് ലിപ്പാണിത്. ഇതും പെറ്റിലൊക്കെ റൗണ്ടാണ്, റൗണ്ട് പെറ്റില്. ഇതും സെൻസിറ്റീവ് ആണ് വെറൈറ്റി. ഇതിപ്പോ കണ്ടാലറിയാം, ഈ മഴയത്തൊക്കെ ഇരുന്നിട്ട് കേടായിട്ട് നമ്മൾ ഫംഗിസൈഡ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മള് സാഫ് പിന്നെ ടഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡ് ഉണ്ട്. ഈ രണ്ടുമാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അതാണ് പച്ച കളർ വരുന്നത്. പച്ച കളർ ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഇന്ന് ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. ഈ 2 ദിവസം നല്ല മഴയായിരുന്നു. ഇതിന് ഈ ഫംഗിസൈഡ് കൊടുത്തില്ലെങ്കിൽ ഇത് എന്തായാലും ചീഞ്ഞു പോകും. അങ്ങനത്തെ വെറൈറ്റി. ഇതിന്റെ സംരക്ഷണം കൂടുതൽ വേണം അല്ലേ? ഇതിനൊക്കെ വേണം, സംരക്ഷണം വേണം. ഹൈബ്രിഡ് ഏതായാലും കുറച്ച് സംരക്ഷണം വേണം. ഞങ്ങൾക്ക് അവസാനമായിട്ട് കളക്ഷൻ ചെയ്യാൻ പറ്റിയ ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ് ഇത്. ഇതില് പ്ലാന്റ് വന്നിട്ട് ഒരു ഐസ് ബ്ലൂവിന്റെ അതേ ഷേപ്പിലാണ്. ഫ്ലവർ ഒരു യെല്ലോ. ഇതിന്റെ ഒരു യെല്ലോ ഫ്ലവറായിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ കാണുമ്പോൾ സാൽമൺ ഡസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിന്റെ ഫ്ലവറിന്റെ ഷേപ്പ് ഒക്കെ കണ്ടില്ലേ, ഒരു ഐസ് ബ്ലൂവിന്റെ ഷേപ്പാണ് ശരിക്കും. നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. അതും നല്ലതായിട്ട് ഫ്ലവറും തരുന്നുണ്ട്. ശരിക്കും ഗ്രൗണ്ട് വർക്കായിട്ടാണെന്ന് തോന്നത്തില്ല അത്. അതെ, ഇതിലിപ്പോ സീഡ് വന്നുണ്ടോ? ഈ ഒരു സീഡ്, ഇതാണ് സീഡ്. ഈ റയറിലൊക്കെ സീഡ് വരാൻ അല്പം പാടാണ്. ഇത് നമുക്കിപ്പോ ചെറിയ പോളിനേഷൻ ഒക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് സീഡ് ആവും. ഇതിൽ നിന്ന് കിട്ടുന്ന വെറൈറ്റി നല്ലൊരു വെറൈറ്റി അടിപൊളിയായിരിക്കും. മഞ്ഞയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മഞ്ഞയുടെ തന്നെ വെറൈറ്റി അല്ലേ? മഞ്ഞയുടെ തന്നെ വെറൈറ്റി ആയിരിക്കും. പ്രാർത്ഥനയുള്ള കാര്യം, ഇതിൽ ഒരു വർഷം ആകുമ്പോൾ തന്നെ നല്ല ചട്ടി നിറഞ്ഞ് നന്നായിട്ട് തൈകളും വരും. അതുപോലെ തന്നെ സ്പൈക്ക് ഒരുപാട് വരുന്നതാണ്. അതൊരു നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഗ്രൗണ്ട് ഓർക്കിഡിന്. ഇത് പിന്നെ ആദ്യം ഒന്ന് കെയർ ചെയ്തെടുക്കുന്നതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഒന്ന് പഠിച്ചെടുക്കണമായിരിക്കും ആദ്യം. അല്ല, ഒരു പോട്ട് ചെയ്തിട്ട്, ഒരു സിംഗിൾ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് അതിനെ ഒരു വലിയ തൈയാക്കുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ അതിന് എത്ര വേണം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു വർഷം 2 വർഷം ആകുമ്പോൾ ഒരു 10-20 ചട്ടി വരെ നമുക്ക് ഒരുപാട് നമ്മളെ ഒരു വീട് നിറയെ ഫ്ലവർ ആക്കാനുള്ള ഒരു പ്രത്യേകതയുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ്. മറ്റേ സാധാ ഓർക്കിഡിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നില്ലേ? ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് കയറിഞ്ഞ് വേണം. അതിനേക്കാളും ഈ മഴ സീസണിൽ അല്ല, അതിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് എന്നും പോയി നോക്കേണ്ട കാര്യമില്ല. വാട്ടർ ചെയ്യുന്ന വെള്ളം നനയ്ക്കുന്നതായാലും ഒരു ദിവസം ഇടവിട്ട് മതിയാവും. അതെ, വെള്ളം കൂടാനും പാടില്ല ഇതിന്. അതിന് പിന്നെ ഫംഗസൊക്കെ മരുന്നൊക്കെ അടിച്ച് ഇത് ഇവിടെ ഫംഗസിന്റെ പ്രശ്നം വരുമോ? ഫംഗസിന്റെ പ്രശ്നമുണ്ട്. അത് ഈ വെള്ളം കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ, ഈ തണുപ്പ് കൂടുമ്പോൾ. അല്ലാതെ 10 ദിവസം 15 ദിവസം അങ്ങനെയൊന്നും കുഴപ്പമില്ല അല്ലേ? ഇല്ല, മഴ സമയത്ത് ഞങ്ങൾക്ക് എന്തായാലും ഒരു ഫംഗിസൈഡ് കൊടുക്കേണ്ടി വരും. മഴക്കാലത്ത് മാത്രമേ ആ ഒരു പ്രശ്നം വരുള്ളൂ അല്ലേ? മഴക്കാലത്ത് മാത്രമേ. വീണ്ടും ഈ ഒരു കടലപ്പിണ്ണാക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മാസത്തോളം അധികം വളം ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഗ്രോത്ത് വന്നോളൂ. അതിൽ തീരെ ഗ്രോത്ത് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഈ ആട്ടും കാഷ്ടം പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മെയിനായിട്ട് ഞങ്ങൾ ഇതിന് കൊടുക്കുന്നത് ആട്ടും കാഷ്ടമാണ്. ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ചീയണ ഒരു പ്രശ്നം വരണുണ്ട്. ആട്ടും കാഷ്ടമാണെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല എഫക്റ്റീവായിട്ട് വളം കിട്ടുകയും ചെയ്യും. തീരെ അങ്ങനെ പ്ലാന്റ് കേടായി പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒച്ചിന്റെ ശല്യം ഉണ്ടോ? നമുക്ക് ഒച്ചിന്റെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് അങ്ങനെ ഒച്ചിന്റെ പ്രശ്നം വരാറില്ല. ഇല്ല.
പിന്നെ ഈ ഫ്ലവർ തിന്നുന്ന ഒരു കരിച്ചയുടെ പ്രശ്നമുണ്ട്. അതിന് ഒരു എന്തെങ്കിലും മാക്സിമം അതിനെ കൈ കൊണ്ട് ഇളക്കി കളയാനേ നോക്കൂ. എന്ന് വെച്ചാൽ അത് ഒരു മഞ്ഞ വണ്ട് വന്നിട്ട് മുട്ടയിട്ട് വീണ്ടും അതിൽ പുഴുക്കളായി അങ്ങനെ ഫ്ലവർ മുഴുവൻ തിന്ന് തീർക്കുന്ന പ്രശ്നമുണ്ട്. അതിന് തീരെ പറ്റാതാകുമ്പോൾ മാത്രം എന്തെങ്കിലും കെമിക്കല് തീരെ ചെറിയ ഡോസിൽ കൊടുക്കാവും. ഈ ഇതിന്റെ ഡോസ് കൂടിക്കഴിഞ്ഞാൽ ഈ ഫ്ലവറിൽ സ്പ്രേ ചെയ്യുമ്പോൾ ആ സ്പ്രേ ചെയ്യുന്ന അതേ ഡോട്ട് ഇതിൽ വരും. നല്ല ഒരു ഡോസ്. വളം രാസവളമായിട്ട് വളങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല. കെമിക്കൽ നമ്മൾ ഫംഗിസൈഡ് മാത്രമേ കെമിക്കലായിട്ട് കൊടുക്കാറുള്ളൂ. വളം എല്ലാം ജൈവവളം മാത്രമേ കൊടുക്കാറുള്ളൂ. എല്ലുപൊടിയല്ല, മെയിനായിട്ട് ഇതിന് ആട്ടും കാഷ്ടമാണ്. നമ്മൾ പോട്ട് മിക്സിൽ ഒരുപാട് ഇലപ്പൊടി ചാണകപ്പൊടി അങ്ങനെയൊക്കെ ഇടുമെങ്കിലും ഈ പുറമേ കൊടുക്കുന്നത് ആട്ടും കാഷ്ടം പൊടിച്ച് ഇട്ട് കൊടുക്കും. അതൊരു ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന ഒരു പ്ലാന്റിന് ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ, ഈ ആട്ടും കാഷ്ടം പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കകം നല്ലോണം ഗ്രോത്ത് വരും ഇതിന്. പിന്നെ ഇത് ഫ്ലവറിങ്ങിന് മുന്നേ ആയിട്ട് ഫ്ലവറിങ് നമുക്കൊരു സീസൺ ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ഈ കടല പുണ്ണാക്ക് വെള്ളത്തിലിട്ട് ഒരു 3 ദിവസം ഇട്ട് പുളിപ്പിച്ചിട്ട് അതിന്റെ വെള്ളം ഒഴിക്കും. നേർപ്പിച്ചിട്ട് അത് അതിൽ തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് കൊടുക്കാം. ഈ മെഗ്നീഷ്യം മിനറൽസ് എല്ലാം ഉണ്ട്. അത് കൂടുതൽ അതിലുണ്ട്. പിന്നെ ഈ വെയിൽ കൂടുതലാണെങ്കിൽ എങ്കിൽ മാത്രം നമ്മൾ മെഗ്നീഷ്യം കൊടുക്കും. ഇല എങ്ങനെ അറിയാന്ന് വെച്ചാൽ ഇലയൊക്കെ ഒന്ന് പഴുത്തിട്ട് വെയിൽ കൂടുന്ന സമയത്ത് ഇലയൊക്കെ പഴുത്ത് നല്ല ഒരു ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നിൽക്കുന്നതാണെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇത് ഐഡി വന്നിട്ട് പർപ്പിൾ വൈറ്റ് സ്വീറ്റ് എന്നാണ്. ഇത് ഒരു ഈയിടെയല്ല ഒരു ഹൈബ്രിഡ് എന്ന് പറയാൻ, ഒരു തായ്ലൻഡ് വെറൈറ്റി എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു വെറൈറ്റി. ഇതില് ഷെയ്ഡ് വന്നിട്ട് ഒരു പർപ്പിൾ ഡോട്ടും വൈറ്റില് പർപ്പിൾ ഡോട്ട് വരുന്ന വെറൈറ്റി ആണ്. ഒരു മിനിയേച്ചർ, അധികം ഹൈറ്റിൽ വരില്ല സ്പൈക്ക് ഒന്നും. ഇതിപ്പോ ഐസ് ബ്ലൂവിന്റെ വെറൈറ്റി ആണ്. ഐസ് ബ്ലൂ ഞങ്ങളുടെ ഒറിജിനൽ ഐസ് ബ്ലൂ. ഇതിപ്പോ വെയിലത്തൊക്കെ ആയതുകൊണ്ട് കുറച്ച് കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ഡാർക്ക് വയലറ്റ് കളറാണ്. ഡാർക്ക് വയലറ്റിൽ നടുക്ക് വൈറ്റ് കളർ ലിപ്പ് വരും. പ്ലാന്റ് പ്ലാന്റ് വന്നിട്ട് ഇങ്ങനെയാണ്. അല്ലെ ഫ്ലവർ കാണാനൊക്കെ നല്ലൊരു എടുപ്പാണ് അതിന്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിന് ഇത്രയും ഫ്ലവർ ആവാനായിട്ട് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന്. ഞങ്ങൾ മെയിൻലി എന്തായാലും ഈ ജൈവവളം മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിൽ. അതിൽ ആദ്യം ഗ്രോത്ത് ഒരു പ്ലാന്റ് പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ആ പോട്ട് മിക്സിലും വളം ചേർക്കുന്നുണ്ട്. ഈ ആട്ടും കാഷ്ടം, ഇലപ്പൊടി, ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനെയുള്ള ജൈവവളം പോട്ട് മിക്സിൽ ചേർക്കുന്നുണ്ട്. ഒരു 2 മാസം കഴിഞ്ഞാൽ ഇതിന് കൊടുക്കേണ്ടത് ആട്ടും കാഷ്ടമാണ്. ആട്ടും കാഷ്ടം പൊടിച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. ഈ വിഗ്ഗല്ലോ ടൈപ്പിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ പറ്റിയ വെറൈറ്റിയാണിത്. ഞങ്ങൾക്ക് മഴയത്ത് അങ്ങനെ കേടാവത്തുമില്ല, നിറയെ ബ്രാഞ്ചും വരും. ഫ്ലവറിലെ സ്പൈക്ക് ഒരുപാട് സ്പൈക്കും വരും, അതുപോലെ തന്നെ ഈ ബ്രാഞ്ചസ് വരും. ഫ്ലവർ സ്പൈക്കിൽ ബ്രാഞ്ചസ് വരും. ഫ്ലവർ സൈസ് നല്ല അത്യാവശ്യം വലുതാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ബിഗ് യെല്ലോ ടൈപ്പ് വെറൈറ്റിയാണ്. ഇതിനെ പേര് ഇട്ടിക്കുന്ന ഞങ്ങൾ തന്നെ ഐഡിയ ഇട്ടിരിക്കുന്നതാണ് ഏഞ്ചൽ യെല്ലോ എന്ന്. ഏഞ്ചൽ യെല്ലോ അല്ലേ? ഇത് ഫ്ലവർ ആയി നിൽക്കുന്ന കണ്ടാൽ തന്നെ ഒരു നല്ലൊരു ഏഞ്ചലിന്റെ ഷേപ്പിൽ നല്ല വലിയ ഒരു ചട്ടി നിറഞ്ഞിട്ടാണ് ഫ്ലവർ വന്ന് നിൽക്കുന്നത്. ഇത് ഈ യെല്ലോയ്ക്ക് ഐഡിയ ഇല്ല, ഒരു തായ്ലൻഡ് വെറൈറ്റി തന്നെയാണ് ഇത്. ഇതില് യെല്ലോയ്ക്ക് ഈ പെറ്റലിലൊക്കെ ഷേപ്പ് വ്യത്യാസമുണ്ട്. പിന്നെ ഇതും അധികം അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിന് ഐഡിയ ഇല്ല. പുറത്തേക്ക് അധികം കാണാത്തോണ്ട് അത് ആരും ഇങ്ങനെ ഐഡിയ വിളിച്ച് കേട്ടിട്ടില്ല ഇതിന്. ഇത് ഞങ്ങളുടെ സാൽമൺ ഡസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സാൽമണ്ടിൽ തന്നെ ഒരു 4-5 ടൈപ്പ് ഉണ്ട്. അതിൽ ഇതിനെ ഞങ്ങൾ ഡ്രാഗൺ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഓരോന്നും വ്യത്യാസമുണ്ട്. സാൽമണ്ടിൽ വ്യത്യാസമുള്ള വെറൈറ്റി. ഇതിൽ പ്രത്യേകത ഈ ഡ്രാഗൺ യെല്ലോയിൽ ബ്രാഞ്ചസ് വരും. പക്ഷേ ഫ്ലവർ അല്പം ചെറുതാണ്, എന്നാൽ ബ്രാഞ്ചസ് കൂടെ വരുന്നത് കൊണ്ട് ഈ നന്നായിട്ട് നിറഞ്ഞു കാണുമ്പോൾ ഒരുപാട് ഉള്ളതുപോലെ നമുക്ക് കാണാൻ പറ്റും. ബുഷിയായിട്ട് കാണും. പിന്നെ ഇതിലും കുറച്ചുകൂടി ഫ്ലവർ വലുതായിട്ടുള്ളത് ഇത് ഈ ഒരു സാൽമൺ ഡസ്റ്റ്. ഇതിൽ കളറും കുറച്ചുകൂടി ഡാർക്കാണ്, യെല്ലോ കൂടുതൽ വരും. ഈ ഡോട്ടൊക്കെ ഒരു ബ്രൗൺ ഡോട്ടൊക്കെയാണ് ഇതിൽ. പക്ഷേ ഈ ഇതിന് ബ്രാഞ്ച് നല്ല തിക്നെസ് ഉണ്ട്. ബ്രാഞ്ചിൽ ഈ സ്പൈക്കിന് തിക്നെസ് ഉണ്ട്, ബ്രാഞ്ചസ് വരില്ല.